ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്നില്ലേ, ചൂണ്ട എപ്പോഴും ഈ രീതിക്ക് തന്നെ ഇരിക്കണം. കണ്ടോ? ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ മീൻ എപ്പോഴും നമ്മൾ കൊരുത്തിടുമ്പോൾ ആ മീൻ അടിക്കാൻ സാധ്യത കൂടുതലുള്ളൂ. നമ്മളിത് കെട്ടുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മളിത് ചൂണ്ട ഇപ്പം കട്ട് ചെയ്യണേ. ഞാൻ കുറച്ച് കട്ട് ചെയ്തു. അതിൻ്റെ ആ ചൂണ്ടയിൽ അവിടെ ആ വളവും കൂടെ നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. ചൂണ്ട ഇതിലുണ്ട്. ചൂണ്ടയൊക്കെ കുറച്ച് തുരുമ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ഡെയിലി പിടിക്കാൻ പോകുന്നതല്ലേ. ഇതാ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ വളച്ച് ഇങ്ങനെ പിടിക്കുക. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇന്നുകൊണ്ട് ഇങ്ങനെ പിടിച്ച് ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് കണ്ടില്ലേ. ഇതുപോലെ ഒരുപാട് പേർക്ക് അറിയാം. അറിയാത്ത പേർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 3-4 ചുറ്റിങ്ങനെ ഇടുക. അതേസമയം ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഇത് നെടുമീൻ, ആരൽ അങ്ങനെയുള്ള മീനിനെ പിടിക്കാനാണ് കൂടുതലും ഇത് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ പിടിച്ച് ഇങ്ങനെ ഇറക്കുക. പ്ലെയറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ കടിച്ച് നടത്തുന്നത്. നമ്മൾ സാധാരണ മീൻപിടുത്തക്കാരാണ്. ശരി, കണ്ടില്ലേ, ഇത് കുറച്ചുകൂടെ ടൈറ്റ് ആവാനുണ്ട്. അത് നമ്മൾ പ്ലെയറോ അല്ലെങ്കിൽ അത്യാവശ്യം നമ്മൾ നല്ല കടിച്ചമർത്തിയ ഇത് അടിപൊളിയായിട്ട് നല്ല ടൈറ്റ് ചെയ്താൽ കണ്ടില്ലേ. ചൂണ്ടയ്ക്ക് ഒരു ഒടിവോ നിളവോ അങ്ങനെ യാതൊന്നും വരത്തില്ല. ചൂണ്ട എപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കും. കങ്കൂസിൽ എങ്ങനെ നിൽക്കുന്നോ അതേപോലെ തന്നെ നിൽക്കും. ഇത് മീൻ പിടിക്കാൻ കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ.